നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബിജെപി അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആണ് കോൺഗ്രസ്. രാജസ്ഥാനിൽ നിന്ന് സോണിയെ രാജ്യസഭയിൽ എത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സോണിയയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു. അതേസമയം സോണിയയ്ക്ക് പകരമായി മകളും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. രാകേഷ് ചേരുന്നു. രാകേഷ്, ഇതിൽ സോണിയാഗാന്ധിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രചാരണത്തിൽ എത്രത്തോളം സജീവമാകാൻ പറ്റും എന്നുള്ള സംശയം ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഈ തെലങ്കാനയിൽ മത്സരിക്കണം സോണിയാഗാന്ധി എന്നൊരാവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് തെലങ്കാന കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലവുമുണ്ടല്ലോ. അപ്പോൾ റായ്ബറേലിയിൽ ആയിരിക്കുമോ പ്രിയങ്കയ്ക്ക് സീറ്റ് നൽകുന്നുവെങ്കിൽ സാധ്യത? അഭിലാഷ്, 2004 മുതൽ റായ്ബറേലിയിൽ നിന്നുള്ള MP ആണ് സോണിയാഗാന്ധി. 99-ലാണ് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നത്. അന്ന് 2 മണ്ഡലങ്ങളിൽ സോണിയാഗാന്ധി മത്സരിച്ചു. അമേഠിയിലും ഒപ്പം തന്നെ ബെല്ലാരിയിലും മത്സരിച്ചു. പിന്നീട് സോണിയാഗാന്ധി അതിൽ മണ്ഡലം ഒഴിവാക്കുകയും പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് എത്തുകയും സോണിയാഗാന്ധി പരമ്പരാഗതമായി ഗാന്ധി കുടുംബം മത്സരിച്ചു പോന്നിരുന്ന റായ്ബറേലിയിലേക്ക് മാറുകയായിരുന്നു. പ്രത്യേകിച്ച് ഫിറോസ് ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമായിരുന്നു റായ്ബറേലി. അതിനുശേഷം ഇന്ദിരാഗാന്ധി റായ്ബറേലിയുടെ MP ആയിരുന്നു. അതിനുശേഷം പിന്നീട് സോണിയാഗാന്ധി 2004 മുതൽ സോണിയാഗാന്ധി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ഏതായാലും ഏറെ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ സോണിയാഗാന്ധിയെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊന്നും തന്നെ സോണിയാഗാന്ധി സജീവമായിരുന്നില്ല. ഇപ്പോൾ കർണാടക, കോൺഗ്രസ് അധികാരം പിടിച്ച കർണാടക എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ദിവസം, പ്രത്യേകിച്ച് ജഗദീഷ് ഷട്ടർ കോൺഗ്രസിൽ ചേരുന്ന ആ ദിവസം, ഒറ്റ ദിവസത്തെ പരിപാടിക്ക് മാത്രമാണ് സോണിയാഗാന്ധി എത്തിയിരുന്നത്. അപ്പോൾ പ്രചാരണ രംഗത്ത് ഒന്നും തന്നെ സോണിയാഗാന്ധി സജീവമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കേണ്ടത്, പകരം സോണിയ രാജ്യസഭയിലേക്ക് വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലാണ് ഇപ്പോൾ ഒഴിവരുന്നത്. ആ തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ 15-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അതിനുശേഷം തൊട്ടു പിന്നാലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ AICC വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നിന്നോ സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടി സോണിയ മത്സരിക്കണം, അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകം, അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് സോണിയ വരണം എന്ന ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം മധ്യപ്രദേശിൽ ഒഴിവരുന്ന ഒരു സീറ്റിൽ കോൺഗ്രസ് ഉറപ്പായും വിജയിക്കുന്ന സീറ്റാണ്. അവിടെ PCC അധ്യക്ഷൻ ജിതു പട്വാരി ആ ഒരു ആവശ്യം, സോണിയാഗാന്ധി മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ഖർഗെയും നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം നിലവിൽ കോൺഗ്രസിനുള്ള 80 സീറ്റുകളിൽ കോൺഗ്രസ് 2019 വിജയിച്ച, UP യിൽ വിജയിച്ച ഏക സീറ്റാണ് റായ്ബറേലി. മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും കോൺഗ്രസിന്റെ കിഴക്കൻ UP യുടെ ചുമതലയൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് ER രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. അങ്ങനെ